ഹായ് ഓൾ, സ്പോർട്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3 മത്സരത്തിലെ തകർപ്പൻ വിജയത്തിന് ശേഷം 4ാം മത്സരത്തിൽ തോൽവി അറിഞ്ഞിരിക്കുകയാണ് ടീം ഇന്ത്യ. 50 റൺസിനാണ് ന്യൂസിലൻഡ് ടീം ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ടോസ് ലഭിച്ച് ആദ്യം ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ടീം ഇന്ത്യ. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് 215 റണ്ണാണ് 20 ഓവറിൽ നേടിയത്. 36 പന്തിൽ 62 റൺസ് എടുത്ത സെയ്ഫേർട്ടാണ് ന്യൂസിലൻഡിന്റെ മികച്ച സ്കോറർ. 44 റൺസ് എടുത്ത് കോൺവേയും 39 റൺസ് എടുത്ത് ഡാരിൽ മിച്ചിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ മോശം ബോളിംഗ് പ്രകടനമായിരുന്നു ടീം ഇന്ത്യയുടേത്. എല്ലാ ബൗളേഴ്സും ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്നതായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. 2 വിക്കറ്റ് വീതം അർഷദീപും കുൽദീപ് യാദവും നേടിയപ്പോൾ ഓരോ വിക്കറ്റ് വീതം രവി ബിഷ്ണോയും ജസ്പ്രീത് ബുംറയും നേടി. 216 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്നു വന്ന ഇന്ത്യക്ക് ആദ്യ ബോളിൽ തന്നെ അഭിഷേക് ശർമ്മ ഡക്കിന് പുറത്താവുകയായിരുന്നു. പിന്നാലെ വന്ന സൂര്യകുമാറും നിരാശപ്പെടുത്തി. 24 റൺസ് എടുത്ത് സഞ്ജുവും മടങ്ങിയതോടുകൂടി ടീം ഇന്ത്യ വലിയൊരു തോൽവിയിലേക്ക് പോവുകയായിരുന്നു. 39 റൺസ് എടുത്ത റിങ്കു സിംഗും 65 റൺസ് എടുത്ത ശിവൻ ദുബെയും കൂടി ചേർന്ന് ഇന്ത്യക്ക് ഭേദപ്പെട്ടൊരു സ്കോർ നേടിക്കൊടുത്തു. പക്ഷേ 165 റൺസിന് ടീം ഇന്ത്യ ഓൾ ഔട്ട് ആവുകയായിരുന്നു. 3 വിക്കറ്റ് നേടിയ ക്യാപ്റ്റൻ മിച്ചിൽ സാറ്റ്നർ ആയിരുന്നു ന്യൂസിലൻഡിന് വേണ്ടി മികച്ച ബോളിംഗ് കാഴ്ചവെച്ചത്. ഇനി ഒരു മത്സരം കൂടിയാണ് അവശേഷിക്കുന്നത്. തിരുവനന്തപുരത്ത് വെച്ചാണ് 5ാം T20 മത്സരം.